ഇന്നത്തെ ബിഗ്ഗസ്റ്റ് എന്ന് വലിയ വാർത്ത എന്താണെന്ന് ചോദിച്ചാൽ ന്യൂസിലാൻഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടുന്ന സംഘം നമ്മുടെ സംസ്ഥാനത്ത് സജീവമാണ് എന്നുള്ളതാണ്. സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള തട്ടിപ്പിന് ഇതുവരെ ഇരയായത് നിരവധി പേര്. കപ്പൽ ജോലി നൽകാമെന്ന വ്യാജേനയാണ് ഇത്തരത്തിൽ പണം തട്ടൽ. തട്ടിപ്പിന് ഇരയായി പലരും ന്യൂസിലാൻഡിൽ അഭയാർത്ഥികളായി കുടുങ്ങിക്കിടക്കുകയാണ്. ന്യൂസ് മലയാളം ദ ബിഗ്ഗസ്റ്റ്. ചിഞ്ചു എസ് രാജിൻ്റെ ടാലൻറ്റ് വിസിൻ്റെ പരസ്യം കണ്ടിട്ടാണ് നമ്മൾ പൈസ കൊടുത്തത്. ഞാനിപ്പോൾ ന്യൂസിലാൻഡിലാണ്. നമുക്ക് പോർട്ട് വിസ റെഡിയാക്കി തരാം. പോർട്ടിൽ ഡ്രൈവറുടെ വേക്കൻസി ഉണ്ട്. 7.5 ലക്ഷം രൂപ നിങ്ങൾ തരണം. 2.5 ലക്ഷം സാലറി എന്നൊക്കെ പറഞ്ഞാണ് നമ്മളെ ഇവിടെ ന്യൂസിലാൻഡിൽ എത്തിച്ചത്. ഇവിടെ വന്നപ്പോൾ ഫുഡും ഇല്ല, റൂമും ഇല്ല, ജോലിയില്ല, വിസയില്ല. ഇവിടെ പട്ടിണിയാണ്. ഞാൻ കിടക്കുന്നത് ഒരു ഷെഡിലാണ്. എറണാകുളം പെരുമ്പാവൂരിലെ ഫ്ലൈവില്ല ട്രീ, ടാലന്റ് വിസ കൺസൾട്ടൻസി എന്നീ സ്ഥാപനങ്ങളുടെ പരസ്യക്കണിയിൽ വീണ് ന്യൂസിലാൻഡിലകപ്പെട്ട യുവാവിൻ്റെ നേരനുഭവമാണിത്. ന്യൂസിലാൻഡിലെ സീപോർട്ടിലേക്ക് തൊഴിലാളികളെ ആവശ്യമുണ്ടെന്ന് കാട്ടി പരസ്യം നൽകിയാണ് തട്ടിപ്പ് തുടങ്ങുന്നത്. പരസ്യത്തിൽ ആകൃഷ്ടരാകുന്ന യുവാക്കളോട് ക്രൂയിസ് ഷിപ്പ് ക്രൂ ജോയിനിങ് വിസിറ്റ് വിസ നൽകാമെന്ന് വിശ്വസിപ്പിക്കും. ശേഷം തുക ആവശ്യപ്പെടും. ഇത് സൈൻ ചെയ്ത് അയക്കുക മാത്രമല്ല, അതിനൂടെ ലോയർ ഫീ ഉണ്ട്. ഓക്കെ, ലോയർ ഫീ അടയ്ക്കണം. അടച്ചു കഴിഞ്ഞാൽ 7 to 10 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ വർക്ക് അപ്രൂവൽ വരും. മാക്സിമം 15 വർക്കിംഗ് ഡേയ്സ്, അത്രയാണ് അതിന്റെ ഇത്. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ബാലൻസ് എമൗണ്ട് ക്ലിയർ ചെയ്യുക, ടിക്കറ്റ് കൊടുക്കാൻ പോവുക. അപ്പൊ ഈ 10 പേര് ഇപ്പൊ ഒരു ഗ്രൂപ്പ് പോകുമ്പോൾ 10 പേരെയും കൂടെ ഒരുപോലെ പേയ്മെന്റ് വരണേ. അപ്പൊ അതിലെങ്കിലും ഒരാളുടെയെങ്കിലും ഡിലേ ആയി കഴിയുകയാണെങ്കിൽ എല്ലാവരെയും അത് എഫക്ട് ചെയ്യുന്നുണ്ട്. അതാണൊരു പ്രോബ്ലം. അതെ അതെ അതെ, അതാണൊരു പ്രോബ്ലം ഉള്ളത് കേട്ടോ. ബാക്കിയുള്ള നമ്മുടെ സൈഡിൽ നിന്നുള്ള ഡിലേ. തുടർന്ന് വിസ ശരിയായെന്നും മുഴുവൻ തുകയും നൽകണമെന്ന് അറിയിക്കും. ഗൂഗിൾ മീറ്റ് വഴിയാണ് കൂടിക്കാഴ്ചകൾ നടത്തുന്നത്. വിദേശയാത്രയ്ക്ക് മുന്നോടിയായുള്ള കൗൺസിലിംഗ് പോലെ സംശയ ദൂരീകരണം ഉൾപ്പെടെ എല്ലാം പക്ക പ്രൊഫഷണൽ. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. NOC ക്ലിയർ ചെയ്ത് വരുന്ന അനുസരിച്ച് ടിക്കറ്റ് കൺഫേം ആയിക്കോളും. ഓക്കെ, അപ്പം ഹോപ്പ്ഫുള്ളി മൺഡേയിൽ കുറച്ച് പേരുടെ വരുന്നുണ്ട്. ഫസ്റ്റ് ബാച്ചായിട്ട് എക്നോളജ്മെന്റ് എനിക്ക് കിട്ടിയിട്ടില്ല. മൺഡേയിൽ സാറ്റർഡേ സൺഡേ അവിടെ ഒരു അപ്ഡേഷനും വരില്ല. ഓക്കെ, അപ്പം മൺഡേയിൽ ഒരു ടൈം വെച്ചോളൂ, ഈവനിങ് ടൈം വെച്ചോളൂ, ഒരു ഗൂഗിൾ മീറ്റ് വെക്കും. ഓക്കെ, ഞാൻ ബാക്കിയുള്ള ഡീറ്റെയിൽസ് മീറ്റിംഗിൽ പറയാം. വേറെ ടെൻഷനൊന്നും വേണ്ട കേട്ടോ. കുറച്ച് ദിവസം, ചിലപ്പോൾ 2-3 ദിവസം ഒന്ന് ഡിലേ ആവുന്നെന്ന് പറഞ്ഞാൽ അവിടുത്തെ NOC ക്ലിയർ ചെയ്ത് ഇമിഗ്രേഷൻ പേപ്പർ ക്ലിയർ ചെയ്ത് ഇവരെ വിടാൻ പറ്റുള്ളൂ. അതിന്റെ ടെക്നിക്കൽ ഡിലേസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഡോണ്ട് വറി. എറണാകുളത്തെ സ്ഥാപനങ്ങൾക്കെതിരെ 55ഓളം പേർ പരാതി നൽകിയെങ്കിലും ഫ്ലൈവില്ല ട്രീ ഉടമകളിൽ ഒരാളായ ബിനിൽ കുമാറിനെ അറസ്റ്റ് ചെയ്തതല്ലാതെ മറ്റൊരു നടപടിയും ഉണ്ടായില്ല. അറസ്റ്റിന് ശേഷവും തട്ടിപ്പ് യഥേഷ്ടം തുടരുകയാണ്. വിദേശത്ത് തൊഴിൽ സ്വപ്നം കണ്ട് കെണിയിൽ വീണ കൊല്ലം സ്വദേശി നിഷാദിന് 11 ലക്ഷം രൂപയാണ് നഷ്ടമായത്. നിലവിൽ കിടപ്പാടം നഷ്ടപ്പെടുന്ന സ്ഥിതിയിലാണ് നിഷാദ്. പെരുമ്പാവൂരുള്ള ഫ്ലൈവില്ല ട്രീ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഒരു ഏജൻസിയാണ്. ഏജൻസി മുഖേനയാണ് ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങൾ ആടിട്ട് ആൾക്കാരെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചുകൊണ്ടിരുന്നത്. വ്യാജരേഖകളും ഓഫർ ലെറ്ററും എല്ലാം കൊടുത്ത് നമ്മൾ പൈസ കൊടുത്തത് പെരുമ്പാവൂരുള്ള പിന്നെ ഫ്ലൈവില്ല ട്രീ എന്ന് പറയുന്ന ഏജൻസിക്കാണ്. അത് ബിജുകുമാർ എന്ന് പറയുന്ന അവിടുത്തെ പുള്ളിയുടെ അക്കൗണ്ടിലായിട്ടാണ് പൈസ 11.5 ലക്ഷം രൂപ 2 ഘട്ടങ്ങളിലായിട്ട് 11.5 ലക്ഷം രൂപ ന്യൂസിലാൻഡിൽ സീപോർട്ട് ജോബ് സീമാൻ വിസ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇന്ന് പൈസ പനല്ലൂർ ഫെഡറൽ ബാങ്കിൽ നിന്ന് അക്കൗണ്ടിൽ നിന്നാണ് പൈസ ട്രാൻസ്ഫർ ചെയ്തത്. മലയാളിയായ ചിഞ്ചു എന്ന പേരുള്ള യുവതിയാണ് നിലവിൽ തട്ടിപ്പിന് നേതൃത്വം നൽകുന്നത്. ക്രൂയിസ് കപ്പലിൽ ജോലി ചെയ്യുന്നവർക്ക് ആ കപ്പലിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതാണ് ക്രൂയിസ് ഷിപ്പ് ക്രൂ ജോയിനിങ് വിസിറ്റ് വിസ. 12,000 രൂപ മാത്രം ഫീസുള്ള ഈ വിസയ്ക്ക് 10-12 ലക്ഷമാണ് ഓരോരുത്തരിൽ നിന്നും വാങ്ങിയിരിക്കുന്നത്. ഇതുപയോഗിച്ച് ന്യൂസിലാൻഡിൽ തൊഴിലെടുക്കാൻ ആകില്ല എന്നതാണ് വസ്തുത. തട്ടിപ്പിന്റെ വ്യാപ്തി അറിയാൻ ചിഞ്ചു എന്ന യുവതിയുമായി ന്യൂസ് മലയാളം വാർത്താ സംഘവും വിസയ്ക്ക് വേണ്ടി ചാറ്റ് ചെയ്തു. കൊച്ചിയിൽ ഓഫീസ് തുടങ്ങാൻ പോകുകയാണെന്നും നിലവിൽ ഡൽഹിയിലെ അൻസൽ ഭവൻ KG മാർഗിൽ ഓഫീസുണ്ടെന്നും പണം ഓൺലൈൻ വഴി ട്രാൻസ്ഫർ ചെയ്യാനും നിർദ്ദേശം. മുൻപ് തട്ടിപ്പ് കേസിൽ എറണാകുളം നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്ത വ്യക്തിയാണ് ചിഞ്ചുവെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. ജാമ്യത്തിലിറങ്ങി മുങ്ങിയ ഇവർ നിലവിൽ ഓൺലൈനായിട്ടാണ് തട്ടിപ്പ് നടത്തുന്നത്. ന്യൂസിലാൻഡിന്റെ പേരിൽ നടത്തുന്ന തട്ടിപ്പിനെക്കുറിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
ഓരോ തവണയും 10ഉം 20ഉം പേരടങ്ങുന്ന സംഘത്തെയാണ് തട്ടിപ്പിനിരയാക്കുന്നത്. പരാതി നൽകിയിട്ടും മതിയായ നടപടിയില്ലാത്തത് ഇരയായവരെ കൂടുതൽ നിരാശയിലാക്കുകയാണ്. കിടപ്പാടം പണയം വെച്ചും കടം വാങ്ങിയും പണം നൽകിയവർ വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയിലാണ് ഇപ്പോഴുള്ളത്. ന്യൂസ് മലയാളം, കൊല്ലം.